ഹായ് എവ്രി വൺ. ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡിസംബർ 2024 CMA ഇൻ്റർ എക്സാംസ് എഴുതുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. ഞാനും CMA ഇൻ്ററും CA ഇൻ്ററും പഠിക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ 2 അറ്റംപ്റ്റ് വീതം രണ്ടിലും എഴുതിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ചിലപ്പോൾ അഗ്രഗേറ്റ് വരാറില്ല, ചില സമയത്ത് സബ്ജക്റ്റ് വൈസ് എനിക്ക് ക്ലിയർ ആവാറില്ല, ചില സമയത്ത് എക്സംഷൻ വരെ വന്നിട്ട്, അതായത് ഒരു 58, 59 ഒക്കെ വന്നിട്ട് എക്സംഷൻ ആകാണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് കാരണം എനിക്കും ഇതുവരെ എക്സാംസ് ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഡിസംബർ 2024 എക്സാം അപ്രോച്ച് ചെയ്യുമ്പോൾ നല്ല ഹോപ്പോടു കൂടിയാണ് ചെയ്യുന്നത്. അതായത് ഇത്തവണ നമുക്ക് ക്ലിയർ ചെയ്യണം. ഓരോ തവണയും നമ്മൾ എല്ലാവരും എക്സാംസ് എഴുതുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാനും അതേ പ്രതീക്ഷയിലാണ് എക്സാംസ് എഴുതുന്നത്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇനി നമ്മുടെ എക്സാംസിന് ആകെ 26 ദിവസം, കറക്റ്റ് നോക്കുകയാണെങ്കിൽ 26 ഡേയ്സ് മാത്രമേ ഇനി നമ്മുടെ CMAയുടെ ഇൻ്റർ എക്സാംസിനായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 45 ഡേയ്സ് ഒക്കെ മുന്നേ തന്നെ അന്ന് തൊട്ട് 45 ഡേയ്സ് തൊട്ട് നന്നായിട്ട് പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രിപ്പറേഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രോപ്പറൊന്നും ആയിരുന്നില്ല. കറക്റ്റായിട്ടൊരു ടൈം ഷെഡ്യൂൾസ് ഒന്നും ഫോളോ ചെയ്തിട്ടില്ല, കറക്റ്റ് ടോപ്പിക്സ് ഒന്നും ടാർഗറ്റ്സ് ഒന്നും തീർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് മടി പിടിച്ചിട്ടാണ് ഞാൻ ഇരുന്നത്. അപ്പോൾ ഞാൻ അതിങ്ങനെ നീട്ടി, നാളെ സമയമുണ്ടല്ലോ, നാളെ ചെയ്യാമെന്ന് പറഞ്ഞ് നീട്ടി ഒരുപാട് ടൈം അങ്ങ് പോയി. അത് കഴിഞ്ഞിട്ട് ഞാനൊരു 30 ഡേയ്സ് തൊട്ട് കറക്റ്റ് ആക്കാം, 30 ഡേയ്സിൻ്റെ ഒരു സ്ട്രാറ്റജിയൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇടാൻ പറ്റിയില്ല. അപ്പോൾ അത് കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞു. അപ്പോൾ കറക്റ്റ് ഇനി നമുക്ക് 26 ഡേയ്സേ ഉള്ളൂ. അപ്പോൾ ഇനി ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റില്ല, എക്സാംസ് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് ഇന്ന് ഇതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കാണുന്ന സ്റ്റുഡൻസ്, അല്ലെങ്കിൽ ഇത് കാണുന്ന നിങ്ങളുടെ ഏതെങ്കിലും CMA പഠിക്കുന്ന സ്റ്റുഡൻസ് ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക. മേ ബി അവർക്കും ഒരു യൂസ്ഫുൾ വീഡിയോ ആയിരിക്കാം. അപ്പോൾ ഞാനിത് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ നിങ്ങൾക്കും ഇത് മേ ബി യൂസ്ഫുൾ ആകാം. അതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഇത് വലിയ എഡിറ്റിങ്ങോ അല്ലെങ്കിൽ വലിയ വോയിസ് ക്ലാരിറ്റി ഒന്നും ഉണ്ടാകുന്ന വീഡിയോ ആയിരിക്കില്ല. ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല, അപ്പോൾ എനിക്കറിയത്തില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ബേസ് ആയിട്ടൊരു വീഡിയോ അത്രയും ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. എൻ്റെ ഒരു സ്ട്രാറ്റജി ഒന്ന് ഷെയർ ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ അധികം എക്സ്പെക്റ്റേഷൻസ് ആ കാര്യത്തിൽ വെക്കരുത്. പിന്നെ എന്താണ് എന്നുള്ളതിലേക്ക് വരാം. നമ്മൾ എല്ലാവരും CMAയുടെ എക്സാംസ് എത്താറായി. അപ്പോൾ നമ്മളെല്ലാവരും കുറച്ചാണെങ്കിൽ പോലും നമ്മുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഞാൻ ഈ അടുത്ത് കുറച്ച് ഫ്രണ്ട്സിനടുത്ത് സംസാരിച്ചപ്പോൾ അവർ ഒരു കോമൺ ആയിട്ട് ഞാൻ കേട്ടൊരു സംഭവം എന്ന് പറയുന്നത്, ഞാൻ ഇതുവരെ പ്രിപ്പറേഷൻസ് ഒന്നും തുടങ്ങിയിട്ടില്ല, ഞാൻ ഇപ്പോഴും കളിച്ച് ചിരിച്ച് നടക്കുക, ഇനി ഇത്ര ദിവസമല്ലേ ഉള്ളൂ, ഇനി എന്താ ചെയ്യുക, ഇത്ര ദിവസം കൊണ്ട് പറ്റുമോ, ഇനി പഠിച്ചാൽ മതിയോ, എങ്ങനെ പഠിക്കണം. അപ്പോൾ അങ്ങനെയുള്ള കുറേയധികം ഒരു എല്ലാവരുടെയും ഒരു എല്ലാവരും ഭയങ്കര വെറീഡാണ്. ഇനി ചെയ്താൽ മതിയോ എന്നൊക്കെയുള്ള ആ ഒരു കൺഫ്യൂഷനിലൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അതേപോലെ തന്നെ കുറച്ച് തുടങ്ങി, അതായത് കുറച്ച് പ്രിപ്പറേഷൻസൊക്കെ തുടങ്ങി, കുറച്ചൊക്കെ പഠിച്ച്, എന്നാൽ അങ്ങോട്ട് അത്രയും എത്തിയില്ല, ആ ഒരു സ്റ്റേജിൽ നിൽക്കുന്നവരുണ്ട്. അപ്പോൾ പല സിറ്റുവേഷൻസിൽ നിൽക്കുന്ന ഒരു ഇതാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഫ്രണ്ട്സിനെ കണ്ടപ്പോഴത്തേക്കും അങ്ങനെ പറഞ്ഞത്. അപ്പം 3-4 ഫ്രണ്ട്സിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു ഇതാണ് ഞാൻ കേട്ടത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാനും അതുപോലെ തന്നെയാണ്. ഞാൻ വലുതായിട്ടൊന്നും പഠിച്ചു തുടങ്ങിയിട്ടൊന്നുമില്ല, എന്നാൽ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിക്കാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ശരിയാണ്, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഈ വരുന്ന ഡിസംബർ അറ്റംപ്റ്റോട് കൂടി നമ്മുടെ എക്സാംസ് ക്ലിയർ ചെയ്തേ പറ്റും. അത് എനിക്ക് നിർബന്ധമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ അറ്റംപ്റ്റിൽ ഫോളോ ചെയ്തതാണ്. എന്നാൽ കംപ്ലീറ്റ്ലി ഫോളോ ചെയ്തു എന്നും പറയാൻ പറ്റില്ല. ഒരു 70% ഫോളോ ചെയ്തു, ബാക്കി 30% ചെയ്തിട്ടില്ല. അതായത് ഇതിനകത്ത് ഞാൻ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇതേപോലെ പക്ക നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഉറപ്പാണ്, ഷുവറാണ്, നമ്മൾ ക്ലിയർ ചെയ്യും. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് അന്ന് ഞാൻ 30 ഡേയ്സിൻ്റെ ഒരു സ്ട്രാറ്റജി ഞാൻ ഉണ്ടാക്കിയിരുന്നു കഴിഞ്ഞ എക്സാമിന്. പക്ഷേ ഞാൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്തില്ല. ഒരു 70% ഫോളോ ചെയ്തു, ബാക്കി ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എക്സാംസ് റിസൾട്ട് വന്ന സമയത്ത് നല്ല മാർക്ക് ഉണ്ടായിരുന്നു ഫസ്റ്റ് ഗ്രൂപ്പിന്, എന്നാലോ അഗ്രഗേറ്റ് എത്തിയില്ല. സെക്കൻഡ് ഗ്രൂപ്പിന് വന്നിട്ട് ഒരു സബ്ജക്റ്റിന് 59 ഉണ്ടായിരുന്നു, പക്ഷേ അതിൽ ഒരു സബ്ജക്റ്റ് എനിക്ക് ക്ലിയർ ആയില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി, ഞാൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്തിരുന്നുവെങ്കിൽ എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുമായിരുന്നു എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് അന്ന് ഞാൻ ചെയ്ത സ്ട്രാറ്റജിയാണിത്. അപ്പോൾ അത് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് നന്നായിട്ടൊന്ന് റിക്രിയേറ്റ് ചെയ്തിട്ട് പുതിയൊരു നമ്മുടെ ഈ അറ്റംപ്റ്റിലേക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് റിക്രിയേറ്റ് ചെയ്തെടുത്തതാണിത്.
അപ്പോൾ ഇത് നിങ്ങൾക്ക് ഞാൻ ഷുവറായിട്ട് പറയാം, ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പറ്റും കേട്ടോ. അപ്പോൾ അതെനിക്ക് ഉറപ്പാണ്. കാരണം ഞാൻ അന്നൊരു 70% ഫോളോ ചെയ്തിട്ട് എനിക്ക് അത്രയും റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയെങ്കിൽ ഇത് 100% ഫോളോ ചെയ്താൽ നമുക്ക് പറ്റും. അത്രയും നമ്മൾ എഫേർട്ട് ഇടണം. നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മൈൻഡ് ആദ്യം സെറ്റ് ചെയ്യുക, അതിന് ശേഷം മാത്രമേ ഈ വീഡിയോ കാണാവൂ. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം അതായത് പകുതിയിൽ നിൽക്കുന്നവർ, ഒന്നും തുടങ്ങാത്തവർ, എന്നാൽ കുറച്ച് തീർന്നവർ, അങ്ങനെ പല സ്റ്റേജിൽ നിൽക്കുന്നവരുണ്ടാവും. നമ്മളൊരു റാങ്ക് എക്സ്പെക്റ്റ് ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ നമുക്ക് ഹൈ മാർക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ നമ്മുടെ പ്രിപ്പറേഷൻസൊക്കെ നമ്മൾ ഇനിഷ്യൽ തന്നെ സ്റ്റാർട്ട് ചെയ്യും അല്ലേ. അപ്പം നമ്മളാരും അത് ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണല്ലോ നമ്മൾ ഈ ലാസ്റ്റ് 30 ഡേയ്സ് സ്ട്രാറ്റജി, 20 ഡേയ്സ് സ്ട്രാറ്റജി ഒക്കെ തപ്പി യൂട്യൂബിൽ വരുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മൾ പ്രിപ്പറേഷൻസ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ യൂട്യൂബിൽ വന്നിങ്ങനെ നോക്കത്തില്ല. അപ്പം നമ്മൾ പ്രിപ്പറേഷൻസ് നമുക്ക് സഫീഷ്യൻ്റ് അല്ല എന്ന് തോന്നിയത് കൊണ്ടാണ് നമ്മളെല്ലാവരും ഇത് സെർച്ച് ചെയ്യുന്നത് അല്ലേ. അപ്പം മുമ്പേ കൂട്ടി നല്ല മാർക്കിനും നല്ല റാങ്കിനും ഒക്കെ വേണ്ടി പഠിച്ച കുട്ടികൾക്ക് അത് കിട്ടും. ഇത് ഫോളോ ചെയ്യുന്നവർക്കും മേ ബി കിട്ടിയേക്കാം. എനിക്കതിനെപ്പറ്റി അറിയില്ല. ഞാൻ ഇത്ര ഡേയ്സ് കൊണ്ട് കാരണം അവർ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരുപാട് ടൈം ഇതിനകത്ത് എഫേർട്ട് ഇട്ട് ചെയ്തവർ ഉണ്ടാവും. അപ്പോൾ അവർക്ക് മേ ബി അത് റാങ്കൊക്കെ കിട്ടും. ഓക്കെ, മനസ്സിലായില്ല. അപ്പോൾ ഇത് ചെയ്യുന്നവർക്കും കിട്ടാം. എനിക്ക് അതിനെപ്പറ്റി ഞാനൊന്നും പറയുന്നില്ല. എന്തായാലും ഇത് പഠിച്ചു കഴിഞ്ഞാൽ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും. റാങ്കോ ഹൈ മാർക്കോ എന്നൊന്നും ഞാൻ ഷുവർ ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ പറയുന്നു, ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എക്സാംസ് ക്ലിയർ ചെയ്യാൻ പറ്റും. അതെനിക്ക് ഉറപ്പാണ്. അത് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് തരുന്ന അഷുറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ ഏത് ലെവലിൽ നിൽക്കുന്നു എന്നുള്ളത് നിങ്ങൾ വിടുക. നിങ്ങളുടെ കറണ്ട് സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് വിടുക. എത്ര പഠിച്ചു, എത്ര പഠിച്ചില്ല, ഞാൻ എന്ത് ചെയ്യും, അങ്ങനത്തെ ഒരു തരത്തിലുള്ള വറീസും വേണ്ട. എല്ലാം വിട്ട് മൈൻഡ് നല്ല സെറ്റാക്കി, നല്ല ബ്ലാങ്ക് ആക്കി വെക്കുക. ഫുൾ ക്ലിയർ ആക്കുക. ഓക്കെ, ആ മൈൻഡ് സെറ്റ് ഫിക്സ് ആക്കിയിട്ട് വേണം ഈ വീഡിയോ കണ്ടു തുടങ്ങാനായിട്ട്. പിന്നെ ഈ ഒരു സ്ട്രാറ്റജി കാണുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നിയേക്കാം, എങ്ങനെയാണ് ഈ 26 ഡേയ്സ് കൊണ്ട് ഇത് പറ്റുന്നത്, ഇത് ചുമ്മാ ഇടുന്നതാണ്, അങ്ങനെ തോന്നിയേക്കാം. ഇവിടെ അങ്ങനെയല്ല. ഞാൻ കഴിഞ്ഞ അറ്റംപ്റ്റിൽ ഈ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കിയതാണ്. ഞാൻ 70% ഫോളോ ചെയ്തോളൂ എന്ന് പറയാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ മടിയായിരുന്നു. അതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ അത് നമ്മൾ സാധാരണ ഒരു സ്റ്റുഡൻറ്റിന് ഉറപ്പായിട്ട് ഇത് ഫോളോ ചെയ്യാൻ പറ്റും. അല്ലാതെ വലിയ ബുദ്ധിജീവിയാണെന്നോ അങ്ങനെയൊന്നുമില്ല. ഒരു ആവറേജ് സ്റ്റുഡൻ്റാണ് ഞാനും. അപ്പം അത് നമ്മൾ ആ ഒരു എഫേർട്ട് ഇടണമായിരുന്നു. ഞാൻ അന്ന് ഇട്ടില്ല. അതുകൊണ്ടാണ് അത് കിട്ടാത്തത്. അപ്പോൾ അതുകൊണ്ട് ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇത് എങ്ങനെ പോസിബിൾ ആണോ എന്നുള്ള ആ തരത്തിലുള്ള ഒരു വറീസും വേണ്ട. നിങ്ങൾ ഇത് പറഞ്ഞ രീതിക്കങ്ങ് ഫോളോ ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഞാൻ ആ രീതിക്ക് നിങ്ങളിത് കാണുക കേട്ടോ. നിങ്ങളിത് കണ്ടിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണ്, അല്ലെങ്കിൽ ഇത് പോസിബിളാണ്, അല്ലെങ്കിൽ ഇതൊന്ന് എഫക്റ്റീവ് ആയിരിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ സ്റ്റാർട്ട് ചെയ്യാവൂ. ഈ ഒരു രീതി ഫോളോ ചെയ്യാവൂ. അല്ലെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ രീതി അതേപോലെ കണ്ടിന്യൂ ചെയ്തോളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഇത് തുടങ്ങുകയാണെങ്കിൽ ഈ ഒരു മൈൻഡ് സെറ്റിൽ എനിക്ക് പറ്റും, ഈ ഒരു ഡേയ്സിൽ ഞാൻ മാക്സിമം എഫേർട്ട് ഇടും എന്നുള്ള ഒരു ഹോപ്പോട് കൂടി മാത്രമേ ഈ വീഡിയോ കാണാവൂ. ഓക്കെ, വേണം ഞാനും ഇതുപോലെ തന്നെ CA ഇൻ്ററും CMA ഇൻ്ററും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കും ക്ലിയർ ആയിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും ഒരു ആഗ്രഹം കാണുമല്ലോ, നമ്മുടെ ഈ വരുന്ന അറ്റംപ്റ്റിൽ നമ്മൾ പാസ്സായിരുന്നെങ്കിൽ എന്നൊക്കെ. എൻ്റെ കൂടെ പഠിച്ച ഒരുപാട് ഫ്രണ്ട്സ് ആർട്ടിക്കിൾഷിപ്പിനൊക്കെ കയറി. ഞാനിപ്പോഴും സ്റ്റക്കാണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല അതായത് പുറത്ത് പോകണം, ഫ്രണ്ട്സിനോട് എൻജോയ് ചെയ്യണം, അവരുടെ സ്റ്റോറിയും സ്റ്റാറ്റസൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കത് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം നന്നായിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ നമുക്ക് എല്ലാവർക്കും പോകണം. അപ്പോൾ ഇത് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. എൻ്റെ കൂടെ ഒരാൾ ആർക്കെങ്കിലും ഇത് യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ അത്രയും നന്നായിരിക്കും. പിന്നെ എനിക്കിതിൽ പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും, പഠിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും ആസ് എ ഫ്രണ്ട് നിങ്ങൾക്ക് എന്നെയും ചെയ്യാം. എനിക്ക് 21 ഇയേഴ്സേ ഉള്ളൂ. നിങ്ങളുടെ ഏജൊക്കെ തന്നെയാണ് ഞാനും. അപ്പം നിങ്ങൾക്ക് ആസ് എ ഫ്രണ്ട് നിങ്ങൾക്ക് എന്നെ എന്ത് ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും, എത്ര രാത്രി ആയിക്കോട്ടെ, എത്ര രാവിലെ ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാൻ മാക്സിമം അപ്പം തന്നെ റിപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം. പിന്നെ നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും നോട്ട്സ് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇപ്പോൾ അക്കൗണ്ട്സിൽ ഒരു ടോപ്പിക് എനിക്ക് അറിയില്ല, പക്ഷേ അതിന് പകരം എനിക്കിപ്പോൾ പാർട്ട്ണർഷിപ്പ് അറിയില്ല, പക്ഷേ എനിക്ക് അതിന് പകരം വേറൊരു ടോപ്പിക് എനിക്കറിയാം. അപ്പോൾ ഞാൻ ഇതിന് പകരം ഇത് റീപ്ലേസ് ചെയ്ത് അത് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള അങ്ങനെയുള്ള നിങ്ങൾക്ക് ഹെൽപ്പ് എന്തെങ്കിലും വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ എന്നെക്കൊണ്ട് അറിയുന്ന കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്ത് തരാം. എനിക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളോട് ചോദിക്കാം. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും നോട്ട് വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ അങ്ങനെ കുറച്ചൊരു കമ്പാനിയൻഷിപ്പ് നമുക്ക് തന്നെ എല്ലാവർക്കും ഒരു ഫ്രണ്ട്ഷിപ്പ് നല്ല രീതിക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് യൂസ്ഫുൾ ആവും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. ഒരു മടിയും വേണ്ട. എൻ്റെ നമ്പറൊക്കെ ഞാൻ തരാം. നിങ്ങൾ എന്നെ വാട്സപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റു രീതിക്ക് എന്തെങ്കിലും മെസ്സേജ് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്കത് ഷെയർ ചെയ്യാം. എൻ്റെ കയ്യിലുള്ളതൊക്കെ ഞാൻ ഷെയർ ചെയ്യാം. ഞാൻ മാക്സിമം എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാറുണ്ട്. അങ്ങനെയുള്ള എന്തെങ്കിലും അവർ ചോദിക്കുമ്പോൾ എൻ്റെ കയ്യിലുള്ളതൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ പഠിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അല്ലാതെ അഡീഷണൽ പുറത്ത് നിന്ന് അതിൻ്റെ തരാനൊന്നുമില്ല. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഞാൻ നിങ്ങൾക്കും ഷെയർ ചെയ്യാം. ഓക്കെ, പിന്നെ മെയിനായിട്ട് പറയാനുള്ളത്, എൻ്റെ കയ്യിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് തന്നെ ഇരിപ്പുണ്ട്. 2 അറ്റംപ്റ്റിലതല്ല,
കുറച്ച് ഒരു 3-4 ഒരു സബ്ജക്റ്റിന് തന്നെ ഏതോ 2 സബ്ജക്റ്റിൻ്റെത് 2 ക്വസ്റ്റ്യൻ പേപ്പറേ ഉള്ളൂ. അല്ലാതെ ബാക്കി 6 സബ്ജക്റ്റിനും ഏകദേശം ഒരു 3-4 അറ്റംപ്റ്റിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സായിട്ട് തന്നെ സോളിഡ് ഫോമിൽ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഇത് വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ PDF ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും അയച്ചു തരാം. ഫോട്ടോസ് എടുത്തിട്ട് അയച്ചു തരാം. അതിനൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടില്ല. കാരണം ഞാൻ അത് ഓരോ അറ്റംപ്റ്റിൽ എക്സാം കഴിയുമ്പോഴും ഞാനത് എടുത്ത് വെക്കാറുണ്ട്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ചേച്ചി അതിന് മുമ്പ് എഴുതിയതുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇതും കൂടെ കളക്ട് ചെയ്തു ഞാൻ. അപ്പോൾ അത് എടുത്ത് വെക്കുന്നതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഞാൻ എക്സാമിൻ്റെ തലേന്ന് പഠിക്കുന്ന സമയത്ത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ ഒരു 70% ഒക്കെ ആയിട്ടുണ്ടാവും സിലബസ്. എങ്കിൽ പോലും ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് റീഡ് ഔട്ട് ചെയ്യാറുണ്ട്. അപ്പം ഇതിൽ പലതും എനിക്ക് അറിയാവുന്നതായിരിക്കും. അപ്പോൾ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? അതിന് വേണ്ടിയാണ് ശരിക്കും ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇനി നമുക്ക് അതും കൂടി വെച്ചിട്ടൊന്ന് റിവൈസ് ചെയ്യാം. അപ്പോൾ നമുക്കത് യൂസ്ഫുള്ളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഇത് വേണമെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ സോളിഡ് ഫോമിലിരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ. അപ്പോൾ അങ്ങനെ നോട്ട്സോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സോ അല്ലെങ്കിൽ ഡൗട്ട്സോ അല്ലെങ്കിൽ എന്ത് ടോപ്പിക്സ് ഏതാണ് കുറച്ചുകൂടി വെയിറ്റേജ് കൊടുക്കേണ്ടത് എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് ചോദിക്കാം. എനിക്ക് അറിയാത്ത കാര്യങ്ങൾ നിങ്ങളോട് എനിക്ക് ചോദിക്കാം. അങ്ങനെ ഒരു രീതിക്ക് ഒരു ഫ്രണ്ട്ഷിപ്പ് ബേസിസിൽ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാം. ഓക്കെ. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ CMA ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് ഷെയർ ചെയ്യുക. അവർ പ്രിപ്പറേഷൻസ് തുടങ്ങിയെങ്കിൽ പോട്ടെ, തുടങ്ങാത്തവരുണ്ടെങ്കിൽ ഇത് യൂസ്ഫുൾ ആയേക്കാം. ഓക്കെ. അപ്പോൾ ഞാനും നിങ്ങളെപ്പോലെ തന്നെയാണ്. ഞാനിത് പറയാൻ അല്ലെങ്കിൽ ഞാനിത് കാണിക്കാൻ വലിയ എലിജിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും വലിയ ആളൊന്നുമല്ല. എങ്കിൽ പോലും ആസ് എ സ്റ്റുഡൻറ്റ് ഞാൻ പഠിക്കുന്നത് ഇങ്ങനെയാണ് എന്നുള്ളത് ഞാനൊരു ഇവിടെ ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. നിങ്ങൾക്കത് കാണുമ്പോൾ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ പറയുക. കമൻസിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ സജഷൻസ് എനിക്ക് പറഞ്ഞു തരാനുണ്ടെങ്കിൽ കമൻസിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പറയുക. എന്തെങ്കിലും ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ പറയുക. അപ്പോഴാണ് എനിക്ക് മിസ്റ്റേക്സ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ. അപ്പോൾ ഞാൻ വീഡിയോയിലോട്ട് പോവുകയാണ്, സ്ട്രാറ്റജിയിലേക്ക് പോവുകയാണ്. എഗെയിൻ ഞാൻ പറയുകയാണ്, നിങ്ങളുടെ മൈൻഡ് ഫുള്ള് ക്ലിയർ ചെയ്യോ, ബ്ലാങ്ക് ചെയ്യോ. നിങ്ങൾ ഇതുവരെ എന്ത് പഠിച്ചു അതൊന്നും ഇവിടെ ഒന്നുമില്ല. നമ്മൾ ബേസ് ചെയ്യുന്ന തുടങ്ങുകയാണ്. പഠിച്ചത് മറക്കാനല്ല കേട്ടോ പറഞ്ഞത്. നിങ്ങൾ പഠിച്ചതൊക്കെ അവിടെ ഇരിക്കട്ടെ. നമ്മൾ ബേസ് ചെയ്യുന്ന എല്ലാവരും കൂടി ഒത്തു പോവുകയാണ്. അപ്പോൾ നമ്മൾ ഒരാൾ മുന്നേ അങ്ങനെ വേണ്ടല്ലോ. നമ്മളെല്ലാവരും ബേസിൽ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ പ്രിപ്പറേഷൻസ് തുടങ്ങുക. അപ്പോൾ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നവംബർ 13 വൈകിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ 14 നമ്മുടെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 14 തീയതി മുതലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. പിന്നെ ഞാനിതിൽ എടുത്തു പറയുന്ന വേറൊരു കാര്യം, നമ്മളുടെ പല ആൾക്കാരും നൈറ്റ് പഠിക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, അതുപോലെ ഡേ ടൈമിൽ പഠിക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. അത് പേഴ്സൺ ടു പേഴ്സൺ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിക്കൊണ്ടേയിരിക്കും അല്ലേ. ഞാൻ കുറച്ച് നൈറ്റ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. കാരണം ആ സമയത്തുള്ള നമ്മുടെ കോൺസെൻട്രേഷൻ ഒരു തരത്തിലുള്ള ഡിസ്റ്റർബൻസോ അല്ലെങ്കിൽ അങ്ങനെ സൗണ്ടോ ഒന്നുമില്ല. ഭയങ്കര ഒരു കോൺസെൻട്രേഷൻ പവറാണ്. ഒരു സിറ്റിങ്ങിൽ തന്നെ ഞാൻ ഏകദേശം 3 to 3.5 hours ഒക്കെ ഇരിക്കാറുണ്ട്. അപ്പോൾ അതെനിക്ക് അത്രയും ആ ഒരു ഇത് കിട്ടാറുണ്ട്. പക്ഷേ ഡേ ടൈമിലിരിക്കുമ്പോൾ എനിക്ക് മാക്സിമം പോയാൽ ഒരു 1.5 hour ഒക്കെ മാക്സിമം ഇരിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ നൈറ്റാണ്. അതുപോലെ പക്ഷേ നേരത്തെ എണീറ്റ് രാവിലെ വെളുപ്പിനൊക്കെ എണീറ്റ് പഠിക്കുന്ന ഒരുപാട് ഫ്രണ്ട്സ് എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നിങ്ങളുടെ രീതിക്ക് നിങ്ങൾ അറേഞ്ച് ചെയ്യുക. ഓക്കെ. ബാക്കി ഞാൻ അല്ലാതെ ജനറലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് പറയാം. ഓക്കെ. അപ്പോൾ ഞാൻ വീഡിയോയിലോട്ട് പോകാം. എന്താണ് നമ്മുടെ സ്ട്രാറ്റജി എന്നുള്ളതിലോട്ട് വരാം. ഓക്കെ. ഇപ്പോൾ ഇതാണ് നമ്മുടെ ഡിസംബർ 2024 CMAയുടെ ഇൻ്റർ എക്സാംസ് എഴുതുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജി. ഇതാണ്. നമ്മുടെ കയ്യിൽ ഇനി എക്സാംസിന് എത്ര ദിവസമാണുള്ളത്? 26 ഡേയ്സ് മാത്രമാണുള്ളത്. ഓക്കെ. റോ ആയിട്ട് 26 ഡേയ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ എക്സാംസ് തുടങ്ങുന്നത് ഡിസംബർ 10 അറിയാമല്ലോ. 10 to 17 വരെയാണ് നമ്മുടെ എക്സാംസ് ഉള്ളത്. ഓക്കെ. നമുക്കറിയാം ബോത്ത് ഗ്രൂപ്പ് എഴുതുന്നവരുണ്ടാവും, സിംഗിൾ ഗ്രൂപ്പ് എഴുതുന്നവരുണ്ടാവും. ഞാൻ എഗെയിൻ പറയുകയാണ്, ഈ വീഡിയോ ഒരിക്കലും സിംഗിൾ ഗ്രൂപ്പിന് വേണ്ടി മാത്രമോ ബോത്ത് ഗ്രൂപ്പിന് വേണ്ടി മാത്രമോ സ്പെസിഫിക് ആയിട്ടുള്ളതല്ല. രണ്ടാൾക്കാർക്കും വേണ്ടിയിട്ടുള്ളതാണ്. ഞാൻ ഇതിലൊരിക്കലും എടുത്ത് ബോത്ത് ഗ്രൂപ്പ് അങ്ങനെ അവർക്ക് വേണ്ടിയെന്ന് മാത്രം അല്ലെങ്കിൽ സിംഗിൾ ഗ്രൂപ്പിന് മാത്രം എന്ന് പറയുന്നില്ല. എന്നാൽ 2 പേർക്കുള്ളത് ഇതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ബോത്ത് ഗ്രൂപ്പാണ് എഴുതാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ അറ്റംപ്റ്റിലും ബോത്ത് ഗ്രൂപ്പ് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അത് ബിക്കോസ് എനിക്ക് മെയിനായിട്ട് അതൊരു ഇഷ്യൂ തോന്നിയിട്ടുള്ളത്, നമുക്ക് ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് എക്സാം അല്ലേ, ഒരു ഡേ പോലും ഗ്യാപ്പില്ല. അപ്പം നമുക്ക് മാക്സിമം പോയാൽ ഒരു എക്സാം കഴിഞ്ഞ് പിറ്റേന്ന് നമുക്ക് ഒന്ന് റിവൈസ് ചെയ്യാൻ 10 to 12 hours കിട്ടുന്നത്. 12 ഒന്നും എത്താൻ നല്ല പാടാണ്. നമുക്കൊന്ന് ഉറങ്ങണ്ടേ നന്നായിട്ട്. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ഈ എക്സാമിൻ്റെ തലേന്നുള്ള റിവിഷൻ നമ്മളെ ഭയങ്കര എഫക്റ്റ് ഉണ്ടാക്കും. പക്ഷേ നമുക്കതിന് വേണ്ടിയുള്ള സമയം കിട്ടാറില്ല. അതൊരു മെയിൻ ഇഷ്യൂ ആയിട്ട് തോന്നിയിട്ടുണ്ട്. എങ്കിൽ പോലും ഞാൻ എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് എഴുതുന്ന ആ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ ഒരു സംഭവം നമുക്ക് നല്ലതാണ്. നമുക്ക് ആ ഒരു മടി വരാണ്ട് നമ്മൾ ആ ഒരു ഇതിലങ്ങ് നിൽക്കും. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എല്ലാ അറ്റംപ്റ്റിലും
ബോത്ത് ഗ്രൂപ്പ്സ് ഇതാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ അറ്റംപ്റ്റിലും ഞാൻ ബോത്ത് ഗ്രൂപ്പ് തന്നെയാണ് എഴുതുന്നത്. സിംഗിൾ ഗ്രൂപ്പ് എഴുതുന്നവരുണ്ടാവും. ഓക്കെ, അതിൽ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന അതിൽ സ്പെസിഫിക് ആയിട്ട് അങ്ങനെ പറയുന്നില്ല, എല്ലാവർക്കും ജനറലായിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്ട്രാറ്റജിയിൽ ഞാൻ പറയുന്നത് നമുക്ക് എക്സാംസിന് ഇനി 26 ഡേയ്സേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ബോത്ത് ഗ്രൂപ്പ് എഴുതുന്നവരെ സംബന്ധിച്ച് നമുക്ക് 8 സബ്ജക്ട്സ് ഉണ്ടല്ലേടാ. നമ്മുടെ സിംഗിൾ ഗ്രൂപ്പ് എഴുതുന്നവരെ സംബന്ധിച്ച് നമുക്ക് 4 സബ്ജക്ട്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്ട്രാറ്റജി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തുടങ്ങുന്നത് നവംബർ 14-നാണ്, നാളെ. ഓക്കെ, നവംബർ 14-ന് തുടങ്ങി നവംബർ 25 വരെയാണ് നമ്മുടെ ഫസ്റ്റ് റിവിഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, 14th മുതൽ 25 വരെ 12 ഡേയ്സാണ് ഉള്ളത്. ഈ 12 ഡേയ്സിൽ ബോത്ത് ഗ്രൂപ്പ് എഴുതുന്നവർ 8 സബ്ജക്റ്റും എടുത്തിരിക്കണം, റിവൈസ് ചെയ്തിരിക്കണം. സിംഗിൾ ഗ്രൂപ്പ് എഴുതുന്നവർ 4 സബ്ജക്റ്റും റിവൈസ് ചെയ്തിരിക്കണം. അപ്പോൾ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, സിംഗിൾ ഗ്രൂപ്പ് 4 സബ്ജക്റ്റ് 12 ദിവസം കൊണ്ട് ഓക്കെ, 8 സബ്ജക്റ്റ് എങ്ങനെയാണ് 12 ദിവസം കൊണ്ട് ഇത് പോസിബിളാണ്, ഇത് എന്താ പറയുന്നത്, അങ്ങനെ തോന്നാം. ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞത് 8 സബ്ജക്റ്റ് 12 ദിവസം എന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ പറയുന്നത് ഒരിക്കലും ഒരു സബ്ജക്റ്റിൻ്റെ 100% തീർക്കണം എന്നല്ല. ഞാൻ ഈ ഒരു സ്ട്രാറ്റജിയിൽ മെയിൻ പറയുന്ന പോയിൻ്റ് അതാണ്. നമ്മൾ ഒരു സബ്ജക്റ്റ് ഇപ്പം അക്കൗണ്ട്സ് എടുക്കുകയാണ്. അക്കൗണ്ട്സ് എടുക്കുമ്പോൾ 100% പഠിച്ചിട്ട് എക്സാമിന് പോകുന്ന സ്ട്രാറ്റജി അല്ല ഇത്. ഇത് 75 to 80% നമ്മുടെ മൊത്തം സിലബസിൻ്റെ 75 to 80% നമ്മൾ പക്കായിരിക്കണം. അവിടെ പിന്നെ ഒരു ക്വസ്റ്റ്യനിങ് ഉണ്ടാവരുത്. ഓക്കെ, പഠിക്കുന്ന പോർഷനിൽ നമ്മൾ നല്ലതായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, നമുക്കറിയാത്ത പോർഷൻസ് പോട്ടെ, സ്കിപ്പ് ചെയ്തോളും, പ്രശ്നമില്ല. പക്ഷേ 80% തോറോലി നമ്മൾ പഠിച്ചിരിക്കണം. അതിൽ പിന്നെ ഒരു ഡൗട്ട്സ് ഉണ്ടാക്കരുത് കേട്ടോ. അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഈ 12 ദിവസം കൊണ്ട് 8 സബ്ജക്റ്റ് എന്ന് പറയുന്നത് പോസിബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ അക്കൗണ്ട്സ് എടുക്കുമ്പോൾ അക്കൗണ്ട്സിൻ്റെ 75 to 80% %% ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം ചിലർക്ക് ചില ടോപ്പിക്സ് അറിയാമായിരിക്കും, ചിലർക്ക് അറിയില്ല. അപ്പോൾ അത് നിങ്ങൾ വെയിറ്റേജ് നിങ്ങൾ ആ ഒരു രീതിക്ക് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അതിനെ ഒന്ന് അറേഞ്ച് ചെയ്യണം. ഞാൻ ഏതൊക്കെ പഠിക്കണം, ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കണം. ആദ്യം ഒരു ബുക്ക് എടുക്കുക, നമ്മൾ ഹെഡിങ്സ് കൊടുത്തിട്ട് നമ്മൾ അക്കൗണ്ട്സിൽ ഏതൊക്കെ പഠിക്കുന്നു, ലോയിൽ ഏതൊക്കെ പഠിക്കുന്നു, അങ്ങനെ ഒരു 75 to 80% സിലബസ് ഏതൊക്കെ പഠിക്കുന്നു എന്നുള്ളത് ആദ്യം നിങ്ങളൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തിടണം കേട്ടോ. അത് ഇട്ട് കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ പഠിച്ചു തുടങ്ങാൻ. അതൊക്കെ നിങ്ങൾ ഇന്ന് വേണം ചെയ്യാനായിട്ട്. നിങ്ങൾ ഇന്നിരുന്ന് അതൊക്കെ ചെയ്യണം. ഞാൻ ഏതൊക്കെ ടോപ്പിക്സ് പഠിക്കുന്നുണ്ട്, ഏതൊക്കെ വിടുന്നുണ്ട്, അതൊക്കെ നോക്കി കറക്റ്റായിട്ടൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. എനിക്ക് മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഞാൻ കുറച്ചൊക്കെ പറഞ്ഞുതരാം. ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. ഞാനും 100% പഠിച്ചിട്ടൊന്നുമല്ല പോകുന്നത്. കാരണം നമുക്ക് അങ്ങനെ മൊത്തം പഠിച്ചിട്ട് പോകാനാണെങ്കിൽ നമ്മൾ റാങ്ക് അങ്ങനെയൊക്കെ ഹൈ മാർക്കൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്ന ആ രീതിക്ക് പ്രിപ്പറേഷൻസ് മുന്നേ തുടങ്ങിയിരിക്കണം. നമ്മൾ അത്രയും പഠിക്കുന്നില്ല, നമ്മൾ ഒരു 80% ഫോക്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ 12 ദിവസത്തിൽ നിങ്ങൾ 8 സബ്ജക്റ്റ് പഠിക്കുന്നവർ നിങ്ങളുടെ ഒരു 75% പക്ക ക്ലിയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. പക്ക എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ മെറ്റീരിയലിൽ എന്താണുള്ളത് അത് പഠിച്ച് അതിനകത്തുള്ള കൺസെപ്റ്റ് ക്ലിയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ എൻ്റെ അടുത്ത് പേഴ്സണലി മെസ്സേജ് അയക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻസ് ഞാൻ തരാം. അപ്പോൾ നിങ്ങൾക്ക് അതും കൂടി ഒന്ന് വർക്ക് ചെയ്യാം. അപ്പോൾ അത് അങ്ങനെ ചെയ്യാം. ഇപ്പോൾ സിംഗിൾ ഗ്രൂപ്പിനെ സംബന്ധിച്ച് നമുക്ക് 4 സബ്ജക്റ്റേ ഉള്ളൂ അല്ലേടാ. നമുക്ക് ഒരു സബ്ജക്റ്റിന് 3 ദിവസം വെച്ച് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നന്നായിട്ട് പഠിക്കാം. ഓക്കെ, നന്നായിട്ട് ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് ആ 4 സബ്ജക്റ്റും പക്ക ക്ലിയർ ചെയ്യുക ഈ 12 ദിവസം. അവിടെയും ഞാൻ പറയുന്നുണ്ട് 100% അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, 75 to 80. എടാ, നമ്മൾ ഈ 100-ൽ നിന്ന് 75 to 80% സെലക്റ്റീവ് ചെയ്യുമ്പോൾ പിന്നെ അതിനകത്ത് കയറി വീണ്ടും സെലക്ഷൻ ചെയ്ത് കളയരുത്. എടുക്കുന്ന 75 മുതൽ 80% പക്ക ക്ലിയർ ചെയ്യുക. അതിനകത്ത് പിന്നെ സെലക്ഷൻ വെക്കരുത്. 100-ൽ നിങ്ങൾക്ക് സെലക്ഷൻ നടത്താം. സെലക്ട് ചെയ്ത് നിങ്ങൾ 80 ആക്കി. ആ 80-ൽ സെലക്ഷൻ നടത്തരുത്. 80 പക്ക ക്ലിയർ ചെയ്യുക. അതിപ്പോൾ സിംഗിൾ ഗ്രൂപ്പായാലും ബോത്ത് ഗ്രൂപ്പായാലും. ഓക്കെ, അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പം പോസിബിൾ ആണോ അല്ലെങ്കിൽ അങ്ങനെ എന്നൊക്കെയുള്ള ഒരു ഇഷ്യൂ നിങ്ങൾക്ക് ഈ ബോത്ത് ഗ്രൂപ്പിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും. സിംഗിൾ ഗ്രൂപ്പിന് പ്രശ്നമില്ല, ഉറപ്പായിട്ട് തീരും. നമ്മൾ മടി പിടിക്കാതിരുന്നാൽ മതി. ആ ഒരു 12 ദിവസം കൊണ്ട് സുഖമായിട്ട് തീരും. പക്ഷേ ബോത്ത് ഗ്രൂപ്പിനെ സംബന്ധിച്ച് നമ്മൾ കുറച്ചൊന്ന് എഫേർട്ട് കൂടുതലായിട്ട് ഇടേണ്ടി വരും. കാരണം നമുക്ക് 80% വീതം ഓരോ സബ്ജക്റ്റിലും തീർക്കണം അല്ലേ 12 ദിവസം കൊണ്ട്. നിങ്ങൾ റിപ്പീറ്റഡ് പഠിക്കണമെന്നല്ല, ഒരു ദിവസം, അതായത് ഒരു തവണ എങ്കിലും ആ 80%-ലൂടെയും നിങ്ങൾ എല്ലാ സബ്ജക്റ്റിൻ്റെയും 80% കൂടി പാസ് ചെയ്ത് പോയിട്ടുണ്ടായിരിക്കും. അതാണ് ഞാൻ ഫസ്റ്റ് റിവിഷൻ പീരീഡ് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അത് പാസ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സബ്ജക്റ്റിൽ എന്തെങ്കിലും പോർഷൻസ് നോക്കാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ എനിക്ക് ടൈം തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സൈഡ് എഴുതിയിടുക. എല്ലാം അങ്ങനെ സൈഡ് എഴുതാൻ നിൽക്കരുത്. ഒന്നും മാറ്റിയും വെക്കരുത്. നാളെ സമയമുണ്ട് എന്ന് പറയും. നമുക്കിനി സമയമില്ല, ഇനി 26 ദിവസമേ ഉള്ളൂ. ഇതിൽ എവിടെയാണ് സമയം? അപ്പോൾ അതുകൊണ്ട് ആ 12 ദിവസത്തിൽ മാക്സിമം എഫേർട്ട് ഇടുക. നമുക്ക് ഒട്ടും സമയം കിട്ടാതെ പറ്റാതെ പോയ ടോപ്പിക്സ് ഒന്ന് എഴുതിയിട്ടേക്കുക. അപ്പം നമുക്കത് അടുത്ത റിവിഷൻ പീരീഡിൽ അതിനെ ഫോക്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങളത് ഞാൻ ഇത്രയും വ്യക്തമായിട്ട് പറയുകയാണ്. നിങ്ങൾ ഒരു 75 മുതൽ 80% ഈ 12 ദിവസം കൊണ്ട് സിംഗിൾ ഗ്രൂപ്പും ബോത്ത് ഗ്രൂപ്പും തീർക്കുക. അപ്പോൾ ബോത്ത് ഗ്രൂപ്പിനെ സംബന്ധിച്ച് കുറച്ച് റിസ്ക് ഫാക്ടേഴ്സ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അവർ അത്രയും ഫോക്കസ് ചെയ്തിട്ട് പറ്റാത്ത ടോപ്പിക്സ് ഒന്ന് പോയിൻ്റ് ഔട്ട് ചെയ്തിടുക. ഓക്കെ.
അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പറയുന്നുണ്ട് 75 to 80% പഠിക്കും. കാരണം 100% പഠിക്കാൻ നമ്മുടെ ടൈം ലിമിറ്റഡ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ പഠിക്കാമെന്നൊക്കെ വെച്ചിട്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് തീരത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ പഠിച്ചതിൽ പക്കാക്കുക. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് റിവിഷൻ പീരീഡ് November 25 തീരും. അപ്പോഴത്തേക്കും നമ്മുടെ ഏകദേശം 80%, 75 മുതൽ 80% നമ്മുടെ കയ്യിലായി. ഇനി നമ്മൾ പാനിക് ആവേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കറിയാം ഏതൊക്കെ ടോപ്പിക്സ് ഉണ്ട്, എന്തൊക്കെ പോർഷൻസ് ഉണ്ട്, എന്നൊക്കെയുള്ളത് നമുക്കറിയാം. നമ്മുടെ പ്രിപ്പറേഷൻസ് അതുവരെയും സഫീഷ്യൻ്റ് ആണ്. ഓക്കെ, അതുവരെയും സഫീഷ്യൻ്റ് ആണ്. അതിനുശേഷമാണ് നമ്മുടെ സെക്കൻഡ് റിവിഷൻ പീരീഡ് തുടങ്ങുന്നത്. November 26, നെക്സ്റ്റ് ഡേ ആണ്. 26 മുതൽ December 4 വരെയാണ്, 9 ദിവസം. ഓക്കെ, 9 ദിവസത്തെ അടുത്തൊരു സെക്കൻഡ് റിവിഷൻ പീരീഡാണ് കൊണ്ടുവരുന്നത്. ഈ 9 ദിവസം ബോത്ത് ഗ്രൂപ്പുകാർ 8 സബ്ജക്റ്റും പഠിക്കുക, സിംഗിൾ ഗ്രൂപ്പുകാർ 4 സബ്ജക്റ്റും പഠിക്കുക. 9 ദിവസമേ ഉള്ളൂ. അപ്പോൾ ഇതിലെടുത്ത് പറയാനുള്ളൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് ഡീറ്റെയിൽഡിങ് ആയിട്ട് ഞാൻ പറയാം. അതെങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് ഞാൻ പറയാം. കാരണം ആ 9 ഡേയ്സിൻ്റെ സ്പ്ലിറ്റിങ്സ് ഉണ്ട്, അത് ഞാൻ പറയാം. അപ്പോൾ ആ 9 ദിവസം നമ്മൾ രണ്ടാമത്തെ റിവിഷൻ പീരീഡാണ്. ഇതുവരെ പഠിച്ച സബ്ജക്റ്റുകളിലെല്ലാം ഒന്ന് ഓടിച്ച് വായിച്ച് വിടുക. ഓക്കെ, എല്ലാ ടോപ്പിക്സിലൂടെയും നമ്മൾ ആ ഫസ്റ്റ് റിവിഷൻ പീരീഡിൽ തീർത്ത എല്ലാ ടോപ്പിക്സിലൂടെയും നിങ്ങളൊന്ന് പാസ് ഔട്ട് ചെയ്ത് പോകും. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പറയാം. നമ്മളൊരു കൂളായിട്ടാണ് നമ്മളിതുവരെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇനിയും അങ്ങനെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ സിറ്റുവേഷൻ ആ എക്സാം ടൈമിൽ ഇങ്ങനെയായിരിക്കും. നമ്മുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് എക്സാം ടൈമിൽ ഇതായിരിക്കും. കണ്ടോ, ഈ സിറ്റുവേഷനിലായിരിക്കും നമ്മളിരിക്കുന്നത്. എക്സാം ടൈമിൽ ഭയങ്കര ഫ്രിസി ആയിട്ട് നമ്മുടെ മൈൻഡൊക്കെ ഫുള്ള് പോയി ആകെ കരഞ്ഞ് വിളിച്ച് ശോകമായിട്ട് അങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുകയാണെങ്കിൽ എക്സാം ടൈമിൽ നിങ്ങളുടെ ഫേസ് ഇങ്ങനെ ആയിരിക്കും, ഒരു കൂളായിരിക്കും നമ്മൾ. ഓക്കെ, നമ്മളൊക്കെ എന്തൊക്കെ അറിയാം, നമ്മൾ സഫീഷ്യൻ്റ് ആണെന്നുള്ള ആ ഒരു ഇത്. ഒരിക്കലും എക്സാമിന് പോകുന്ന ആൾക്കാർ എനിക്ക് എല്ലാം അറിയാമെന്ന് പറഞ്ഞ് പോകണം ഞാൻ കണ്ടിട്ടില്ല. അയ്യോ എനിക്ക് ഓർമ്മയില്ല, അയ്യോ മറന്നുപോയി, പാനിക്കായി, ടെൻഷനായി അങ്ങനെ പോകുന്നതേ കണ്ടിട്ടുള്ളൂ. അങ്ങനെയാണ്, നമുക്ക് എന്തൊക്കെ അറിയാം, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ടെൻഷനാകും. നമുക്ക് എല്ലാം അറിയാമെങ്കിൽ ടെൻഷൻ ഉണ്ടാവില്ല. ഇച്ചിരി അറിയുന്നവർക്ക് ഭയങ്കര ടെൻഷനായിരിക്കും, ഒന്നും അറിയാത്തവർക്കും ടെൻഷൻ കാണില്ല. അപ്പോൾ നമുക്ക് അറിയാവുന്നതുകൊണ്ടാണല്ലോ അവിടെ ടെൻഷൻ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫേസിൽ ഈ ഒരു ടൈമിൽ ഇങ്ങനെ ഇരിക്കാം, ഡിസംബറിൽ ഇങ്ങനെ ഇരിക്കാം എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ നിങ്ങൾ ഇതേമാതിരി ഇങ്ങനെ ഫ്രിസി ആയിട്ടിരിക്കും. ഓക്കെ, ഐ ആം ഓക്കെ എന്നുള്ള ഒരു ഇതിലായിരിക്കും. ഞാൻ ജസ്റ്റ് ഒരു പിക്ചറൊക്കെ വരച്ചതാണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ മെയിൻ ഡേയ്സ് ആയിരിക്കുന്നത് കേട്ടോ, നമ്മൾ December 4 വരെയല്ലേ നമ്മുടെ സെക്കൻഡ് റിവിഷൻ പീരീഡ്. അത് കഴിഞ്ഞിട്ട് ഇനി 5, 6, 7, 8, 9 അങ്ങനെ ഇനി ഒരു 5 ദിവസമേ നമ്മുടെ CMA എക്സാംസിനുള്ളൂ. അപ്പോൾ നമ്മളിത് ആ ലാസ്റ്റ് മൊമെൻറ്റ്സിലേക്ക് എത്തിയിരിക്കുകയാണ്, ക്രൂഷ്യൽ ഡേയ്സിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ 5th-നും 6th-നും നിങ്ങൾ എന്തായാലും ടാക്സ് മാത്രമേ പഠിക്കാവൂ. ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ് ആ ദിവസങ്ങളിൽ 2 ദിവസവും അത് മാത്രമേ പഠിക്കാവൂ, വേറൊരു സബ്ജക്റ്റും എടുക്കണ്ട. അതുപോലെ 7th-ന് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് മാത്രമേ പഠിക്കാവൂ. നിങ്ങൾക്ക് മാക്സിമം കവർ ചെയ്യാൻ പറ്റുന്ന ആ ടോപ്പിക്സ് എല്ലാം അന്നത്തെ ദിവസം 7th-ന് കവർ ചെയ്ത് വെക്കുക. ആൻഡ് 8th and 9th നമ്മുടെ എക്സാമിന് തൊട്ട് മുന്നേയുള്ള 2 ദിവസം, ആ 2 ദിവസവും നമ്മുടെ ഫസ്റ്റ് എക്സാമായ ലോയ്ക്ക് വേണ്ടി മാത്രം. അതിൽ വേറൊന്നിനെ എടുത്ത് കയറ്റി വയ്ക്കരുത്. ഓക്കെ, അല്ലെങ്കിൽ പകുതി വരെ അത് പഠിച്ചിട്ട് ഇത്ര പഠിച്ച് അങ്ങനെ ചിന്തിക്കുകയും ചെയ്യരുത്. ആ 8th-നും 9th-നും ഫുൾ ഫോക്കസ് നിങ്ങൾ ലോയ്ക്ക് കൊടുക്കുക. കാരണം നമ്മുടെ ഫസ്റ്റ് എക്സാം ലോ ആണല്ലോ, അപ്പോൾ നമ്മൾ അത് വേണം കൊടുക്കാനായിട്ട്. തൊട്ട് മുന്നേയുള്ള 7-ാം തീയതി നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പഠിക്കുക, നമ്മുടെ 5th-നും 6th-നും നമ്മുടെ ടാക്സും പഠിക്കുക. ഓക്കെ, അപ്പോൾ അതിന് മുമ്പ് എങ്ങനെ ആവണം എന്നുള്ളതാണ് ആ 9 ഡേയ്സിൻ്റെ ഡീറ്റെയിൽഡിങ് ഉണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഇത്രയാണ് നമ്മുടെ സ്ട്രാറ്റജി. ബേസിക്കലി ഇത്രയേ ഉള്ളൂ. നമ്മൾ നാളെ തൊട്ട് തുടങ്ങുന്നു 14th മുതൽ 25th വരെ ഫസ്റ്റ് പീരീഡ്. അതിൽ 12 ദിവസമുണ്ട്, ബോത്ത് ഗ്രൂപ്പിനും സിംഗിൾ ഗ്രൂപ്പിനും. അത് നമ്മൾ ആ രീതിക്ക് പഠിക്കുക, 75 to 80% കംപ്ലീറ്റ് ചെയ്ത് വെക്കുക. ഏതൊക്കെ പഠിക്കണം എന്നുള്ളത് പോയിൻ്റ് ഔട്ട് ചെയ്തതിന് ശേഷം മാത്രമേ പ്രിപ്പറേഷൻസ് തുടങ്ങാവൂ. അപ്പോൾ എങ്ങനെ ചെയ്യണം എന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ളത്. ഞാൻ ഫോളോ ചെയ്യുന്ന രീതി നിങ്ങൾക്ക് തരാം. ഫോളോ ചെയ്യുന്ന രീതി ഇതാണ്, ഫോളോ ചെയ്യുന്ന ഏതൊക്കെ ടോപ്പിക്സ് ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞുതരാം. നോട്ട്സ് വേണമെങ്കിൽ പറഞ്ഞുതരാം, ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ എനിക്ക് പറഞ്ഞുതരാം. നിങ്ങളെനിക്ക് ഒന്ന് മെസ്സേജ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. പിന്നെ അതിന് ശേഷം നമ്മുടെ സെക്കൻഡ് പീരീഡ് ആയിട്ടുള്ള 26th മുതൽ December 4th വരെയുള്ള പീരീഡ്, സെക്കൻഡ് പീരീഡ് 9 ഡേയ്സ്. അന്ന് നമ്മളിതുപോലെ 2-നും കൊടുത്തിട്ടുണ്ട്, ബോത്തിനും സിംഗിളിനും. പിന്നെ അതിന് ശേഷം 5th, 6th, 7th, 8th, 9th ക്ലിയർലി പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. ഓക്കെ, ഇനി നമ്മളിതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിമെമ്പർ ചെയ്യേണ്ട, ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ റിമെമ്പർ ചെയ്യേണ്ട കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട്. എല്ലാ ദിവസവും മാൻഡേറ്ററി പറയുകയാണ്, എല്ലാ ദിവസവും 12 മണിക്കൂർ പഠിച്ചിരിക്കണം. 12 hours നിർബന്ധമാണ്, പഠിച്ചേ പറ്റും.
നമുക്ക് ഡെയിലി 24 hours ഉണ്ട്. ഇത്രയും നാൾ നമ്മൾ കളിച്ചും ചിരിച്ചും ഒക്കെ നടന്നില്ലേടാ, നമ്മൾ ഭയങ്കര റിസ്ക്കോ അല്ലെങ്കിൽ ഭയങ്കര എഫേർട്സോ ഒന്നും ഇട്ടില്ല. അപ്പോൾ ഇനിയുള്ള ഒരു 26 days ഒന്ന് കഷ്ടപ്പെട്ടൂടെ, നമ്മൾ എക്സാം പാസ്സാവാൻ വേണ്ടിയിട്ടല്ലേ. അപ്പം നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിൽ എല്ലാ ദിവസവും 12 hours ഉറപ്പായിട്ട് പഠിച്ചിരിക്കണം. അത് എഫക്റ്റീവ് സ്റ്റഡി ആയിരിക്കണം. അല്ലാതെ 12 hours കഷ്ടിച്ച് എന്ന് പറഞ്ഞല്ലേ, വീഡിയോയിൽ കണ്ടതല്ലേ ഇരുന്നേക്കുക, ആ രീതിയല്ല. എഫക്റ്റീവ് ആയിരിക്കണം. 12 hours എഫക്റ്റീവ് ആയിരിക്കണം. അതിൽ നോ കോംപ്രമൈസ്. അല്ലെങ്കിൽ കുറച്ച് എഴുതാൻ കുറച്ച് അങ്ങനെയല്ല. നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് ആ ടോപ്പിക്ക് പഠിക്കാൻ പറ്റുന്ന ടൈമാണ് ഈ 12 hours. അതിൽ വേറൊരു തരത്തിലുള്ള ലേസിനെസ്സും കൊണ്ടുവരരുത്. ഓക്കെ, നിങ്ങൾക്ക് ഉറങ്ങാം, നിങ്ങൾക്ക് ഫോൺ യൂസ് ചെയ്യാം, നിങ്ങൾക്ക് എന്ത് വേണോ ചെയ്യാം ബാക്കിയുള്ള 12 hours. ഈ പറഞ്ഞ 12 hours സ്റ്റഡിക്ക് വേണ്ടി മാത്രം. പിന്നെ ഞാനിതിലൊരു എക്സ്ട്രാ ഒരു കാര്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സ്ട്രാ നിങ്ങൾക്കൊരു 2 hours കൂടി ഞാൻ ഇട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില സ്റ്റുഡൻസ് ഞാൻ കണ്ടിട്ടുണ്ട് 14 മണിക്കൂറൊക്കെ പഠിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ 14 മണിക്കൂറൊക്കെ പഠിച്ചിട്ട് പോകുന്ന ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഇതാവട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ 2 hour ഇട്ടത്. ഞാൻ പറയുന്നത് 12 hours ആണ്. ഞാൻ 12 hours പഠിക്കൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. പിന്നെ 14 hours കപ്പാസിറ്റി ഉള്ള കുട്ടികൾ ആ 2 hours എക്സ്ട്രാ പഠിച്ചോളൂ, ഒന്നും സീനില്ല. ഓക്കെ, അത് യൂസ്ഫുൾ ആവത്തേ ഉള്ളടാ, അത് യൂസ്ഫുൾ ആവും. അതുകൊണ്ടാണ് അത് പറ്റാത്ത ഒരു മിനിമം ഒരു കപ്പാസിറ്റിക്ക് അപ്പുറത്തിട്ട് ആരും ഫോളോ ചെയ്യില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാനും 12 hours ആളാണ്. അപ്പോൾ അതുകൊണ്ട് 2 hours പറ്റുന്നവർ എക്സ്ട്രാ പഠിക്കാം. പിന്നെ അതുപോലെ തന്നെ ഡിസ്ട്രാക്ഷൻസിൽ നിന്ന് നിങ്ങൾ മാറുക. മെയിൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാം, നമ്മുടെ വാട്സപ്പ്, അതുപോലുള്ള ഒരു സോഷ്യൽ മീഡിയാസും നിങ്ങൾ ഉപയോഗിക്കരുത്. ഇന്ന് വരെ ഉപയോഗിച്ചതിരിക്കട്ടെ, നാളെ തൊട്ട് നിങ്ങൾ ഉപയോഗിച്ചോളൂ. നിങ്ങളതിനൊരു ലിമിറ്റ് ഇടുക. നമ്മുടെ ഫോണിൽ എല്ലാവർക്കും നമുക്ക് സ്ക്രീൻ ടൈം കാണാൻ പറ്റുമല്ലോ. സ്ക്രീൻ ടൈം സെറ്റ് ചെയ്ത് ഫ്രണ്ടിൽ തന്നെ കൊണ്ടുവയ്ക്കുക. അപ്പോൾ നമുക്ക് ഡെയിലി എത്ര സമയമൊക്കെ ഫോൺ യൂസ് ചെയ്യുന്നു എന്നുള്ളത് നല്ലതായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ തന്നെ ഞെട്ടിപ്പോവാറുണ്ട് എൻ്റെ സ്ക്രീൻ ടൈം കണ്ടിട്ട്. അപ്പോൾ അതേ രീതിക്ക് നിങ്ങൾ സെറ്റ് ചെയ്യുക. ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യേണ്ടെന്നോ വാട്സപ്പ് യൂസ് ചെയ്യേണ്ടെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. യൂസ് ചെയ്യാം. നിങ്ങളത് ഒരു ലിമിറ്റ് അതിന് നിങ്ങളായിട്ട് തന്നെ വെക്കുക. അതിപ്പോൾ എനിക്ക് പറഞ്ഞുതരാൻ പറ്റില്ല. നിങ്ങൾ 30 minutes യൂസ് ചെയ്യുക, അങ്ങനെ ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ലിമിറ്റ് സെറ്റ് ചെയ്യാം. നിങ്ങളുടെ 12 hours റിമൈനിങ് ഉള്ള 12 hours എന്ത് ചെയ്യണം, എങ്ങനെ യൂസ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തന്നെ സെറ്റ് ചെയ്യാം. അതിലൊന്നും ഞാൻ ഇൻ്റർഫിയർ ചെയ്യില്ല. ഞാൻ ഈ പഠിക്കുന്ന കാര്യമാണ് പറയുന്നത്. മാക്സിമം അത് നമ്മുടെ ഡിസ്ട്രാക്ഷനാണ്. കാരണം ഒരു യൂട്യൂബിലൊരു വീഡിയോ കണ്ടു തുടങ്ങിയാൽ നമ്മൾ പോകുന്ന സമയം നമുക്കറിയില്ല. റീൽസ് 30 സെക്കൻഡ് ആണെങ്കിലും കണ്ട് നമ്മൾ ഒരുപാട് മണിക്കൂറുകൾ ഇരിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. എനിക്കും അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബേസിക്കായിട്ടത് പറഞ്ഞത്. നിങ്ങൾക്ക് അതിനുള്ള റെസ്ട്രിക്ഷൻസ് സ്വയം നിങ്ങൾക്ക് ലിമിറ്റ്സ് സെറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ഈ ഇൻസ്റ്റഗ്രാമും വാട്സപ്പ് മാത്രമല്ല നമ്മുടെ ഈ പറഞ്ഞ ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. വേറെ തരത്തിലും ഡിസ്ട്രാക്ഷൻസ് ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഡിസ്ട്രാക്ഷൻസ്, ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോകുന്ന സംഭവങ്ങൾ, എപ്പോഴും കറങ്ങി നടക്കുന്ന ആ ഒരു ഇത്, പിന്നെ അതുപോലെ റിലേഷൻഷിപ്സ് ഉള്ളവർ. അപ്പോൾ അത് നമ്മുടെ പഠിത്തത്തിന് ഡിസ്ട്രാക്ഷൻ ആണെന്ന് നമുക്ക് ഫീൽ ഉണ്ടെങ്കിൽ അത് ഒരു പരിധി വരെ മാറ്റുക. അതായത് അത് രണ്ടും ഒത്തു കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അല്ല അതൊരു ഡിസ്ട്രാക്ഷനായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ലിമിറ്റിന് അപ്പുറത്തേക്ക് കൊണ്ടുവരാതിരിക്കുക. അത്രേ പറഞ്ഞോളൂ. അത് ഒഴിവാക്കാനൊന്നും ഞാൻ പറയില്ല. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴും ഓർക്കുക, നമ്മൾ ഇപ്പോൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ 12 hours വീതം നമ്മൾ 26 days കഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ റിസൾട്ട് വരുന്ന സമയത്ത് സ്ക്രീനിൽ നമ്മൾ പാസ്ഡ് എന്ന് പറയുന്ന ആ ഒരു വേർഡ് വരുമ്പോൾ, അല്ലെങ്കിൽ കംപ്ലീറ്റഡ് എന്ന് പറയുന്ന ആ ഒരു വേർഡ് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീലുണ്ട് അല്ലേ. നമ്മൾ ആ ഒരു ടെൻഷൻ അടിച്ചടിച്ച് നമ്മുടെ ആ ഒരു രജിസ്ട്രേഷൻ നമ്പറും നമ്മുടെ ആ ഒരു പാസ്വേഡും ഒക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ എത്രത്തോളം ഇങ്ങനെ ടെൻസ്ഡാണ് അല്ലേ. ആ സമയത്ത് ഉള്ള ആ ഒരു ഫീല്, നമുക്ക് ആ ഒരു കംപ്ലീറ്റഡ് എന്ന വേർഡ് വരുമ്പോഴൊരു ഫീൽ, ഇത്രയും നാൾ നമ്മൾ ഇൻകംപ്ലീറ്റ് ആയിരുന്നു. അപ്പോൾ അത് കാണുമ്പോഴൊരു ഫീല് നിങ്ങൾ ഓർക്കുക. നമ്മുടെ പാരൻസിൻ്റെ ഫേസിൽ, നമ്മുടെ നമ്മളെല്ലാവരും, നമ്മുടെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലായിക്കോട്ടെ, നമുക്ക് തന്നെ സെൽഫായിട്ട് കിട്ടുന്നൊരു ഇതായിക്കോട്ടെ, അതെല്ലാം ഓർക്കുക. അതെപ്പോഴും ആ മൊമെൻറ്റ്സ് നമ്മുടെ മനസ്സിലിങ്ങനെ വെക്കുക. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഒരു ഇത് കൂടും. അതായത് നമ്മളിങ്ങനെ പാസ്സായി കഴിഞ്ഞിട്ടുള്ള മൊമെൻറ്റ്സിനെ കൂടുതൽ മൈൻഡിലേക്ക് കൊണ്ടുവരുമ്പോൾ, എല്ലാവരുടെയും ഹാപ്പിനെസ് മൈൻഡിലേക്ക് കൊണ്ടുവരുമ്പോൾ പഠിക്കാനുള്ള ഒരു ഇത് നമുക്ക് കൂടും. അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ മാക്സിമം എപ്പോഴും മനസ്സിൽ വിചാരിക്കേണ്ട എനിക്ക് പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് പറ്റുമോ, എനിക്ക് പറ്റില്ല, എനിക്ക് വയ്യ, ആ രീതിയിൽ ചിന്തിക്കരുത്. എപ്പോഴും പോസിറ്റീവ് തോട്ട്സ്, എനിക്ക് പറ്റും, ഞാൻ ചെയ്യും, ഞാൻ പഠിക്കും, ഞാൻ എഴുതിയിരിക്കും, ഞാൻ പാസ്സായിരിക്കും എന്നുള്ള പോസിറ്റീവ് തോട്ട്സ് മാത്രം മതി. അല്ലാതെ നെഗറ്റീവ്സ് ഒന്നും ഈ ഒരു 26 days കൊണ്ടുവരാതിരിക്കുക. ടെൻഷൻ ഉണ്ടാവുന്നുണ്ടോ? ടെൻഷനും സ്ട്രെസ്സും ഒന്നും ഇല്ലാതെ ഒരു എക്സാംസും ഇല്ല, എല്ലാത്തിനും ഉണ്ടാവും. അതൊന്നും നമുക്ക് ഞാൻ അതൊന്നും വരണ്ടെന്നല്ല പറയുന്നത്. അതൊക്കെ വരും. എനിക്കും അങ്ങനെയാണ്. ഞാൻ എക്സാമിൻ്റെ തലേദിവസമൊക്കെ നിന്ന് ടെൻഷനായി എല്ലായിടത്തും പോയി എനിക്ക് എക്സാം ആ രീതിക്ക് ഞാൻ സംസാരിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊരിക്കലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നൊരു ഫാക്ടർ അല്ല. അത് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. അതൊക്കെ വരും. ഓക്കെ, പഠിച്ചാൽ മാത്രം മതി എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, പിന്നെ എനിക്കിതിൽ പറയാനുള്ളൊരു കാര്യം, ഞാൻ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഇപ്പം കഴിഞ്ഞ അറ്റംപ്റ്റിലാണ് ഞാൻ വാങ്ങിയത്. അതായത് ടാക്സ്മാൻ ക്രാക്കർ എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു.
ടാക്സ്മാൻ ക്രാക്കർ എന്ന് പറഞ്ഞിട്ട് ആമസോണിൽ നിന്ന് ഞാനൊരു ബുക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. യൂസ്ഫുള്ളാണ്, നല്ല യൂസ്ഫുൾ എന്ന് വെച്ചാൽ നല്ല യൂസ്ഫുള്ളാണ്. കാരണം അതിനകത്ത് മെയിനായിട്ട് പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കത് നല്ല യൂസ്ഫുള്ളാണ്. നമുക്ക് അതായത് ഇപ്പം ഒന്നും പഠിക്കാത്ത ഒരാളിനെ സംബന്ധിച്ച് നമ്മൾ പ്രിപ്പറേഷൻസ് തുടങ്ങുന്ന സമയത്ത് ആ ഒരു ഇത് അത് ചെറിയ ബുക്കാട്ടോ, നമ്മുടെ CMA ടെക്സ്റ്റ് പോലെ വലിയ വണ്ണമുള്ള ബുക്കൊന്നുമല്ല, ചെറിയ ബുക്കുകളാണ്. അപ്പോൾ ആ ഇത് നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു ഒരു സെൽഫായിട്ട് നമുക്കൊരു ഓക്കെ ഫീൽ വരും. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ അറ്റംപ്റ്റ് അത് പഠിച്ചിട്ടാണ് എഴുതിയത്. അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടായിരുന്നു. പിന്നെ ചില ടോപ്പിക്ക് ഞാൻ സ്കിപ്പ് ചെയ്തിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് ആ മാർക്ക് പോയതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതും കൂടി പഠിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു ബുക്കാണ്, ടാക്സ്മാൻ ക്രാക്കർ. എത്ര ഡേയ്സ് എടുക്കുമെന്നൊന്നും അറിയില്ല വരാനായിട്ട്. എനിക്ക് തോന്നുന്നു ഒരു 3 to 4 ഡേയ്സിനുള്ളിൽ പെട്ടെന്ന് കിട്ടിയായിരുന്നു. ഒരു 2500 റുപ്പീസിനൊക്കെ ഉള്ളിൽ നിൽക്കും അത്, ബോത്ത് ഗ്രൂപ്പിന്. അപ്പോൾ നല്ല ബുക്കാണ്. അതിനടുത്ത് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ പേഴ്സണലി പറഞ്ഞുതരാം. അത് എന്നെപ്പറ്റി അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി. നല്ല ബുക്കാട്ടോ, ഞാൻ ഇപ്പോൾ റെക്കമെൻഡ് ചെയ്യുന്നൊരു ബുക്കാണ്. എല്ലാം എൻ്റെ CMA പഠിക്കുന്ന കുട്ടികളിങ്ങനെ ചോദിക്കുമ്പോൾ അഡീഷണൽ എന്തെങ്കിലും ബുക്ക് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് മെറ്റീരിയലൊന്നും ഞാൻ അങ്ങനെ നോക്കാറില്ല. ഞാൻ മെയിനായിട്ട് ഈ ബുക്ക് മാത്രമാണ് കഴിഞ്ഞ അറ്റംപ്റ്റിൽ നോക്കി പഠിച്ചത്. ഈ അറ്റംപ്റ്റിൽ അത് തന്നെയാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ബുക്ക് നിങ്ങൾക്കും റെക്കമെൻഡ് ചെയ്തതാണ്. ഇതിൽ എൻ്റെ സിലബസ് പറയുന്നുണ്ട്. നമുക്ക് ആ ഒരു ടൈമിനുള്ളിൽ നമ്മൾ ഈ പറഞ്ഞ 75% എന്ന് പറഞ്ഞില്ലേ, അത് നമുക്ക് ഏകദേശം ഇതിൽ നിന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പം എല്ലാവർക്കും എൻ്റെ ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് ഫോക്കസ് ചെയ്യുക. നമ്മൾ ഇതുവരെ പറഞ്ഞ എല്ലാ സംഭവങ്ങളും ഡെഡിക്കേറ്റഡ് ആയിട്ട് തന്നെ നിന്ന് ഹാർഡ് വർക്കിംഗ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്ത് ക്വറീസ് ഉണ്ടെങ്കിലും, നിങ്ങൾക്ക് എന്ത് ചോദിക്കണം, ഡൗട്ട്സ്, നോട്ട്സ്, എന്തെങ്കിലും ടോപ്പിക്സ് ഏതൊക്കെ സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഈ ബുക്കിനെ പറ്റി കൂടുതൽ അറിയാനായിട്ട്, അല്ലെങ്കിൽ എക്സാം ടൈമിലുള്ള ടെൻഷൻസ്, അങ്ങനെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതാണ് എൻ്റെ നമ്പർ. ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും രീതിക്ക് മെസ്സേജ് അയക്കുകയോ അങ്ങനെ ചെയ്താൽ മതി. കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കൂടുതലും അങ്ങനെ എടുക്കാറില്ല കോൾസ്, അതുകൊണ്ടാണ് മെസ്സേജ് പറഞ്ഞത്. കോൾ ചെയ്യുന്നവർക്ക് കോൾ ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ നമ്മുടെ നോർമൽ ടെക്സ്റ്റ് മെസ്സേജ് ചെയ്താലും മതി. അപ്പോൾ ഇതാണ് എൻ്റെ വീഡിയോ, ഇത്രയാണ് എൻ്റെ സ്ട്രാറ്റജി. ഇത് വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. പിന്നെ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക. അറിയുന്നവരുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. എക്സാം എഴുതാൻ പോകുന്നവരുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പം അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഞാനിത് ഫോളോ ചെയ്യുന്നുണ്ട്. ഇത് ഇമ്പോസിബിൾ ഒന്നുമല്ല, നമ്മൾ വിചാരിച്ചാൽ പോസിബിളാണ്. പിന്നെ ഞാൻ പറഞ്ഞ ഒരു സംഭവം കൂടി ഇതിനകത്ത് പറയാം. നമ്മൾ 9 ഡേയ്സിൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, 9 ഡേയ്സ്. ഈ 9 ഡേയ്സിൽ ഞാൻ പറയുന്നുണ്ട്, 9 ഡേയ്സിൽ നമുക്ക് വരുന്ന ഡേയ്സാണ് 26, 27, 28, 29, 30, 1, 2, 3 and 4 അല്ലേ? അങ്ങനെ ഒരു 9 ഡേയ്സ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ 9 ഡേയ്സിൽ നമ്മൾ ലാസ്റ്റത്തെ ആ ഒരു 5, 6 ടാക്സ്, 7 അക്കൗണ്ട്സ്, 8, 9 ലോ പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഫസ്റ്റ് ഗ്രൂപ്പിൽ ഇനി ബാക്കിയുള്ള ഒരേ ഒരു സബ്ജക്റ്റ് പോസ്റ്റിങ്ങാണ്. അപ്പോൾ ഈ ലാസ്റ്റ് ഡേ ഉണ്ടല്ലോ, ഈ 2 ഡേയും പോസ്റ്റിംഗ് തന്നെ പഠിക്കുക കേട്ടോ. ഈ 2 ഡേ പോസ്റ്റിംഗ് പഠിക്കുക. ഈ 9 ഡേയ്സിൻ്റെ സ്പ്ലിറ്റപ്പാണ് ഞാൻ പറയുന്നത്. ഈ 2 ഡേയ്സ് പോസ്റ്റിംഗ് തന്നെ പഠിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ടാക്സ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, ലോ, നമ്മൾ ലാസ്റ്റത്തെ 3 അത് 3 നമ്മൾ ഈ ഒരു ടൈമിൽ തീർക്കുക. ഈ ഒരു ടൈമിൽ ആ 3 സബ്ജക്ട്സ് പഠിക്കുക. അതായത് നമ്മുടെ 9 ഡേയ്സിൻ്റെ സ്പ്ലിറ്റപ്പാണ്. 9 ഡേയ്സിൻ്റെ ആദ്യത്തെ 3 ദിവസം നമ്മൾ ലാസ്റ്റ് റിവിഷൻ ചെയ്യാൻ വെച്ചിരിക്കുന്ന 3 സബ്ജക്റ്റ് പഠിക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ലാസ്റ്റത്തെ ആ ഒരു 3ഉം 4ഉം പോസ്റ്റിംഗ് പഠിക്കുക. അതിന് ശേഷമുള്ള ഈ പറഞ്ഞ 29, 30, 1, 2 ഈ 4 ദിവസം ബാക്കിയുള്ള നമ്മുടെ 4 സബ്ജക്ട്സ് ഇല്ലേ, ആ സബ്ജക്ട്സ് നോക്കുക. ഓഡിറ്റ്, ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, ആ സബ്ജക്ട്സ് നമ്മൾ ഈ ഒരു ഡേയിൽ പഠിക്കുക. ഓക്കെ, ഈ ഒരു ഡേയിൽ അത് പഠിക്കാം. അപ്പോൾ അത് ഞാൻ വ്യക്തമായിട്ട് അതിൻ്റെ ഒരു സ്പ്ലിറ്റപ്പ് പറഞ്ഞതാണ്. ഇത് ബോത്ത് ഗ്രൂപ്പിനാണ്. സിംഗിൾ ഗ്രൂപ്പിന് നിങ്ങളായിട്ട് തന്നെ ചെയ്യുക. കാരണം 9 ദിവസമേ ഉള്ളൂ. നിങ്ങൾക്ക് 4 സബ്ജക്റ്റിന് ഏത് രീതിക്ക് വേണമെങ്കിലും സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ അത് ബോത്ത് ഗ്രൂപ്പിനെ സംബന്ധിച്ച് അതൊരു കൺഫ്യൂഷൻ ആയ കാര്യം ആയതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. കാരണം നമ്മൾ 5th-നും 6th-നും ടാക്സ് ചെയ്യുന്നുണ്ട്, 7th-ന് അക്കൗണ്ട്സ് ചെയ്യുന്നുണ്ട്, 8th-നും 9th-നും ലോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 3th-നും 4നും പോസ്റ്റിംഗ് ഇട്ടത്. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് അവിടെ തീർന്നു. പിന്നെ ഈ 4 ദിവസം നമ്മുടെ 4 സബ്ജക്റ്റ്, സെക്കൻഡ് ഗ്രൂപ്പിൻ്റെ 4 സബ്ജക്റ്റ് ഇട്ടത് അതുകൊണ്ടാണ്.
പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് വെച്ചിരിക്കുന്ന ആ 3 സബ്ജക്റ്റിനെ ഈ ഡേയ്സിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ സ്ട്രാറ്റജി. ഇത് കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക, 100% ഇടുക. 12 hours കമ്പൽസറി പഠിക്കുക. നിങ്ങളുടെ ചെറിയ ചെറിയ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഉണ്ടാക്കുക. പിന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വേണമെങ്കിലോ നോട്ട്സ് വേണമെങ്കിലോ, നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിലോ ടെൻഷൻസ് ഉണ്ടെങ്കിലോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്ഥലത്ത് സ്റ്റക്കായി പോകുന്നുണ്ടെങ്കിലോ, ഈ ബുക്കിനെ പറ്റി അറിയണം എന്നുണ്ടെങ്കിലോ ഒക്കെ എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കുക. എനിക്ക് അറിയുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഇത് പറഞ്ഞത്. പിന്നെ നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ നമ്പർ ഇവിടെ എഴുതാം. ഇതാണ് എൻ്റെ നമ്പർ. ഈ നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി. വാട്സപ്പ് ചെയ്യുകയോ മറ്റെന്തെങ്കിലും ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ അത് പറഞ്ഞുതരാം. അപ്പോൾ ഇത്രയൊക്കെയാണ് സംഭവം. ഇത് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കീപ്പ് ചെയ്യുക, ഹോപ്പ് കീപ്പ് ചെയ്യുക. നിങ്ങൾ ആ ഒരു റിസൾട്ട് വരുന്ന മൊമെൻ്റ് ഓർക്കുക, അതിന് ശേഷമുള്ള ലൈഫ് ഓർക്കുക. അപ്പോൾ ഇത്രയും നാൾ നമ്മൾ സ്റ്റക്കായിരുന്നില്ല, അതൊന്നും ഇനി വേണ്ട. നമ്മളെല്ലാവരും ഒരുമിച്ച് പാസ്സാകാൻ പോവുക, ഞാനും നിങ്ങളും എല്ലാവരും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി എങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ, വലിയ എഡിറ്റിങ്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ വലിയ ഇതൊന്നുമില്ല, ഒരു സാധാ വീഡിയോ, വലിയ വോയിസ് ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിനെല്ലാം ഞാൻ സോറി പറയുകയാണ്. പക്ഷേ ഇത് ചിലപ്പോൾ യൂസ്ഫുൾ ആയേക്കാം, ഒരാൾക്ക് യൂസ്ഫുൾ ആവട്ടെ എന്ന് വെച്ചിട്ട് ഇട്ടതാണ് കേട്ടോ. നിങ്ങൾക്കിത് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ വന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ എൻ്റെ ഇതിന് താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. എനിക്കാണ് കമൻസിലൂടെയാണ് നിങ്ങളുടെ റിപ്ലൈസ് അറിയാൻ പറ്റുക. കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡ്രോബാക്സ് ഉണ്ടെങ്കിൽ, മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ സജഷൻ പറയുക. അത് തെറ്റുണ്ടെങ്കിൽ അത് പറഞ്ഞു തരിക, എങ്കിൽ മാത്രമാണ് എനിക്കത് മനസ്സിലാക്കാൻ പറ്റുക. പിന്നെ അങ്ങനെ എന്തെങ്കിലും ഇതിൽ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ. പിന്നെ ഈ നാളെ മുതൽ 14th തൊട്ട് നമ്മൾ തുടങ്ങുകയാണ്. അപ്പോൾ ഡേ പഠിക്കുന്ന ആൾക്കാർ ആ രീതിക്ക് നിങ്ങളുടെ സ്ട്രാറ്റജി കീപ്പ് ചെയ്യുക, നൈറ്റ് പഠിക്കുന്നവർ ആ രീതിക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇത്. എല്ലാവരും ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് നന്നായിട്ട് നോക്കുക, ഫുൾ റീഡ് ചെയ്യുക. ഈ സ്ട്രാറ്റജി വേണമെങ്കിൽ ഒന്ന് നിങ്ങൾ എഴുതിയെടുക്കുക. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ കാണിക്കുന്നതല്ല, അപ്പോൾ നിങ്ങൾക്കത് വേണമെങ്കിൽ ഒന്ന് എഴുതിയെടുക്കാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴും ഡെഡിക്കേറ്റഡ് ആയിരിക്കുക, ഹാർഡ് വർക്കിംഗ് ആയിരിക്കുക. ഈ 26 ഡേയ്സ് നിങ്ങൾ കഷ്ടപ്പെട്ടാൽ മതി, ബാക്കിയൊക്കെ സെറ്റാണ്. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾക്ക് എന്തിതുണ്ടെങ്കിലും എന്നോട് പറയുക. പിന്നെ എന്തെങ്കിലും ഇനി ഫർദർ വീഡിയോസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിലും പറയുക, നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.